മുഅവ്വിദത്താൻ ഇറങ്ങിയപ്പോൾ കണ്ണേറിൽ നിന്ന് രക്ഷ കിട്ടാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്യാനും തുടങ്ങി. ഫലമ്മാ നസലത അഖദ ബിഹിമാ, ആ രണ്ട് സൂറത്തുകൾ ഇറങ്ങിയപ്പോൾ കണ്ണേറിൽ നിന്ന് സംരക്ഷണമായി ആ സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. വതറക മാ സിവാഹുമാ, അത് രണ്ടുമല്ലാത്ത മറ്റു പ്രാർത്ഥനകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചു. മറ്റു പ്രാർത്ഥനകൾ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ശാരികളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാനത ഔലാ മിൻ ഗൈരിഹിമാ, കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ നിരവധി പ്രാർത്ഥനകൾ സ്വഹീഹായി വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരക്കുട്ടികൾക്കടക്കം മന്ത്രിച്ചത് നിരവധിയുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷവും സ്വഹാബികളും താബീങ്ങളും എല്ലാം അവരവരുടെ ജീവിതത്തിൽ നടപ്പാക്കി പോകുന്ന ഒരുപാട് ദിക്റുകളുണ്ട്. ആ ദിക്റുകൾക്ക് പുറമെ ഫലക്കും നാസും അത് പാരായണം ചെയ്യുക, പ്രത്യേകിച്ചും സൂറത്തുൽ ഫലക്ക് പാരായണം ചെയ്യൽ സുന്നത്തായ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. എല്ലാ ഫർദ് നിസ്കാരം കഴിഞ്ഞാലും നമ്മൾ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിന്നാസ് ഓതണം. നമ്മളെ ദിക്റുകൾക്ക് ശേഷം അല്ലെങ്കിൽ അതിനു മുമ്പ് നമ്മൾ പാരായണം ചെയ്യണം. അത് സുന്നത്താണ് എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷവും. അതിൽ മഗ്രിബിനും സുബഹിനും ശേഷം 3 തവണ പാരായണം ചെയ്യണം. ഇതുകൂടാതെ രാവിലത്തെ ദിക്റുകൾ അതാരംഭിക്കുമ്പോൾ ഈ മുഅവ്വിദാത്ത് നമ്മൾ പാരായണം ചെയ്യണം. വൈകുന്നേരത്തെ ദിക്റുകൾ ആരംഭിക്കുമ്പോൾ ഈ മുഅവ്വിദാത്ത് പാരായണം ചെയ്യണം. രാത്രി നമ്മുടെ കിടപ്പറയിൽ കിടന്നുറങ്ങുന്നതിന്റെ അവസാനത്തെ ദിക്റുകൾ, മറ്റ് സംസാരങ്ങളെല്ലാം അവസാനിപ്പിച്ചുറങ്ങാൻ പോകുന്നതിന് മുമ്പായി നമ്മുടെ ഇങ്ങനെ ചുണ്ടിനോട് ചേർത്ത് പിടിക്കുകയും തുപ്പൽ തെറിപ്പിച്ചുകൊണ്ട് കൈയിലേക്ക് ഊതുകയും, കൈയിലേക്ക് ഊതിയതിന് ശേഷം കൈ അടുപ്പിച്ചു വെച്ച് ഈ സൂറത്തുകൾ പാരായണം ചെയ്യുകയും, എന്നിട്ട് തലയിലും മുഖത്തും ഇരുവശങ്ങളിലും നെഞ്ചിലുമെല്ലാം കൈയെത്തുന്ന ദൂരത്തോളം തടവുകയും അപ്രകാരം 3 പ്രാവശ്യം എല്ലാ രാത്രിയും ചെയ്യുകയും ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. കണ്ണേറിൽ നിന്നുള്ള സംരക്ഷണമാണ്, എല്ലാ പലതരത്തിലുള്ള ഷർറുകളിൽ നിന്നുമുള്ള സംരക്ഷണമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നും കണ്ണേറിൽ സംരക്ഷണം. നമ്മുടെ ചെറിയ കുട്ടികൾക്ക് എല്ലാ ദിവസവും ഇതുപോലെ ചെയ്തു കൊടുക്കണം. നമ്മുടെ ദിക്റുകളോടൊപ്പം കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായ ദിക്റുകൾ ചൊല്ലി നമ്മുടെ കൈയിലേക്ക് ആദ്യം ഊതുകയും അതിനുശേഷം ഓതുകയും, എന്നിട്ട് അവരുടെ തലയിലും മുഖത്തും അതേപോലെ നെഞ്ചത്തും ഇരുവശങ്ങളിലും അതേ കൈയെത്താവുന്ന ദൂരത്തും നമ്മുടെ കുട്ടികൾക്കും അത് തടവിക്കൊടുക്കുകയും ചെയ്യണം. കണ്ണേറി ഏറ്റവും വേഗത്തിൽ ബാധിക്കുക കുട്ടികൾക്കായിരിക്കും എന്നുള്ളതാണ്. കാരണം എന്താണ്? കുട്ടികളുടെ ആള് കൗതുകം തോന്നും. ഈ കൗതുകം തോന്നുന്നിടത്താണ് കണ്ണേറ് വരിക. കുട്ടികളുടെ ആർക്കും ഒരു പരിചയമില്ലാത്ത കുട്ടിയെ കണ്ടാലും നമുക്കൊരു കൗതുകം ഉണ്ടാവും. ആ കൗതുകം കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അത് കണ്ണേറായി മാറുകയും അത് ആ കുട്ടികളെ ക്ഷീണിപ്പിക്കാനും രോഗികളാക്കുവാനും ഒരു പക്ഷേ മരണത്തിലേക്ക് വരെ അത് എത്തിക്കുവാനും കാരണമായി തീരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ ഞാൻ ഈ ഓതി കേൾപ്പിച്ച, അതായത് മുഅവ്വിദാത്ത് ഇറങ്ങിയതിന് ശേഷം മറ്റു പ്രാർത്ഥനകൾ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അത് പാടെ വർദ്ധിച്ചു എന്നല്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് 1ാം സ്ഥാനം കൊടുത്തു എന്നാണ്. നബി ഇത്തരം രംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ചൊല്ലിയിരുന്ന ദിക്റും പ്രാധാന്യത്തോടുകൂടി ചൊല്ലിയിരുന്നത് മുഅവ്വിദാത്താണ്. മുഅവ്വിദാത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും മുഅവ്വിദത്തൈനി, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ആ സൂറത്ത് മുഴുവനായും, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഫലക്കിൽ എന്തുണ്ട്? വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയക്കാരൻ അസൂയപ്പെടുമ്പോഴുള്ള ശർറിൽ നിന്ന് രക്ഷ തേടുന്നു. ഇത് ശർഹ് ചെയ്തുകൊണ്ട് ഷെയ്ഖ് പറയുന്നു, ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുന്നു, ഹാദാ ലാ യദുല്ലു അലൽ മൻഇ മിന തഅവ്വുദി ബിഗൈരി ഹാതൈനി സൂറത്തൈൻ, ഈ 2 സൂറത്തല്ലാത്ത മറ്റൊരു ദിക്റുമായും കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാനായി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് തടയാനുള്ള തെളിവല്ല ഇത്. ബൽ മറിച്ച് യദുല്ലു അലൽ ഔലവിയ്യതി, മറ്റു ദിക്റുകളെക്കാൾ നാം 1ാം സ്ഥാനം കൊടുക്കേണ്ടത് മുഅവ്വിദത്താനിക്കാകുന്നു എന്നത് തെളിയിക്കുന്ന ദിക്റാണിത് എന്ന് അദ്ദേഹം എന്ത് ചെയ്തു? കൃത്യമായി അതിനെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഇത് ഫത്ഹുൽ ബാരിയിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയതാണ്. ഇനി ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസ്, അദ്ദേഹം പറഞ്ഞു, ബൈന അന അസീറു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനൽ ജുഹ്ഫ, അൽ ജുഹ്ഫയിലൂടെ, മദീനയുടെ പരിസരത്തുള്ള അൽ ജുഹ്ഫയിലൂടെ റസൂലിന്റെ കൂടെ ഞാൻ സഞ്ചരിക്കുന്നതിനിടയിൽ, അതേപോലെ വൽ അബ്വാഇനും ജുഹ്ഫയ്ക്കും ഇടയിലൂടെ സഞ്ചരിക്കുന്നതിനിടയിൽ, ഇത് ഗശിയത്തുനാ റീഹുൻ വളുൽമത്തുൻ ശദീദ, ഒരു കാറ്റ് ഞങ്ങളെ പൊതിഞ്ഞു, ശക്തമായി ഇരുട്ട് വന്ന് ഭവിച്ചു. ഫജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഅവ്വദു ബിഅഊദു ബിറബ്ബിൽ ഫലഖ് വഅഊദു ബിറബ്ബിൻ നാസ്, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 സൂറത്തുകൾ ഓതി മന്ത്രിക്കുന്നുണ്ടായിരുന്നു എന്ന് കാണാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ ഉഖ്ബ, ഓ ഉഖ്ബ, തഅവ്വദ് ബിഹിമാ, നീ ഈ 2 സൂറത്തുകളുമായി ശരണം തേടിക്കൊള്ളണം. ഫമാ തഅവ്വദ മുതഅവ്വിദുൻ ബിമിസ്ലിഹിമാ,
നമുക്കുണ്ടാകാവുന്ന പ്രയാസങ്ങളിൽ ഈ 2 സൂറത്തുകളെക്കാൾ അഫ്ളലായ മറ്റൊന്ന് ശരണം തേടാനായിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് കണ്ണേറ് പോലുള്ള ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ 2 സൂറത്തുകൾ 1-ാം സ്ഥാനത്ത് വരുന്നതെന്ന് കാണാൻ സാധിക്കും. ഇനി ആയിഷ ബീവിയിൽ നിന്നുള്ള ഹദീസ്, അവർ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറുനി അൻ അസ്തർഖിയ മിനൽ ഐൻ, കണ്ണേറ് വരാതിരിക്കാൻ വേണ്ടി മന്ത്രിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചിരുന്നു. കണ്ണേറ് വരുമ്പം മന്ത്രിക്കാനല്ല, വരാതിരിക്കാൻ. അപ്പൊ ആരും പ്രതീക്ഷിക്കേണ്ട ഒരു സംഗതിയാണ്. എപ്പോഴാണ് ആർക്കാണ് ഏത് വിഷയത്തിലാണ് നമ്മുടെ അസൂയ ഉണ്ടാവുക എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ കണ്ണേറിൽ നിന്നുള്ള മന്ത്രം നീ ഉരുവിടണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കൽപ്പിച്ചിരിക്കുന്നു. നബിയുടെ കൽപ്പനയാണ്. കണ്ണേറ് ഒരു വ്യാജമായ സംഗതിയാണെങ്കിൽ നബി ഇങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ കണ്ണേറ് സത്യമാണ്, അതുകൊണ്ട് നബി കൽപ്പിച്ചു. അപ്പൊ നമ്മൾ വാജിബ് എന്നതുപോലെ പ്രവർത്തിക്കേണ്ട കാര്യമാണ് കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള മന്ത്രങ്ങൾ. അതിൽ നേരത്തെ പറഞ്ഞ സൂറത്തുകളും പഠിപ്പിക്കപ്പെട്ട സ്വഹീഹായി വന്നിട്ടുള്ള ഔറാദുകളും അദ്കാറുകളുമെല്ലാം നാം ഈ വിഷയത്തിൽ ഉരുവിടേണ്ടതുണ്ട് എന്നർത്ഥം. ഇത് ഞാൻ ഇപ്പോൾ വായിച്ച ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും വന്നിട്ടുള്ള മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. ഇനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയിൽ നിന്ന് ഇബ്നു അബ്ബാസ് ഉദ്ധരിക്കുന്നു, അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് സത്യമാണ്. വലൗ കാന ശൈഉൻ സാബഖൽ ഖദറ സബഖതുൽ ഐൻ, വിധിയെ മറികടക്കുന്ന വല്ലതുമുണ്ടായിരുന്നുവെങ്കിൽ കണ്ണേറായിരുന്നു വിധിയെ മറികടക്കുക. വൈദസ്തുസിൽതും ഫഖ്തസിലു, അതുകൊണ്ട് അവയവങ്ങൾ കഴുകിത്തരാൻ ആവശ്യപ്പെട്ടാൽ, വുളു ആവശ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ കുളി ആവശ്യപ്പെട്ടാൽ നിങ്ങളത് ചെയ്തു കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം ഇൻഷാ അല്ലാഹ്. അടുത്തത് അസ്മാ ബിൻത് ഉമൈസ് അന്നഹാ ഖാലത്ത്, അസ്മായിൽ നിന്ന് നിവേദനം, അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ബനീ ജഅഫർ തുസീബുഹുൽ ഐൻ, ജാഫറിന്റെ മക്കൾക്ക്, അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരന്റെ മക്കൾക്ക് കണ്ണേറ് ബാധിച്ചിട്ടുണ്ട് റസൂലെ. ജാഫർലാന്റെ മക്കളെ കുറിച്ച് കാണാം, അവർക്ക് പലപ്പോഴും മഞ്ഞ നിറം വരിക, മുഖത്ത് ശരീരത്തിലൊക്കെ നിറം മാറി വരിക, അതുപോലെ ക്ഷീണം വരിക, മെലിഞ്ഞു പോവുക, അങ്ങനെയുള്ള പല പ്രയാസങ്ങളും എല്ലാ കുട്ടികൾക്കും മാറി മാറി. അവർ സുന്ദരന്മാരായ കുട്ടികളായിരുന്നു, അതുകൊണ്ട് ആരുടെയും കണ്ണ് അവരിലേക്ക് പതിയുമായിരുന്നു. അങ്ങനെ ജാഫറിന്റെ മക്കൾക്ക് കണ്ണേറ് ബാധിച്ചിരുന്നു. റസൂലല്ല പറയുന്നത്, അവർ തന്നെ പറയാണ് കണ്ണേറ് ബാധിച്ചിട്ടുണ്ട് എന്ന്. അഫനസ്തർഖീലഹും, ഞങ്ങൾ ആ കുട്ടികൾക്ക് വേണ്ടി മന്ത്രിച്ചു കൊടുക്കട്ടെയോ, ഞങ്ങൾ ആ കുട്ടികൾക്ക് വേണ്ടി റുഖ്യ നടത്തി കൊടുക്കട്ടെയോ എന്ന് ചോദിച്ചു. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, ചെയ്തു കൊടുക്കണം. എന്നിട്ട് നബി നേരത്തെ പറഞ്ഞ വാചകം പറഞ്ഞു, ഫലൗ കാന ശൈഉൻ സാബഖൽ ഖദ്റ ലസബഖതുൽ ഐൻ, വല്ല സംഗതിയും കണ്ണ് വിധിയെ മറികടക്കുമായിരുന്നുവെങ്കിൽ കണ്ണേറായിരുന്നു വിധിയെ മറികടക്കുക എന്ന് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിലും തുർമുദി അദ്ദേഹത്തിന്റെ സുനനിലും ഉദ്ധരിച്ചിട്ടുള്ള ഈ ഹദീസിൽ കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ എന്നുള്ള മറ്റൊരു നിവേദനം, അവർ പറഞ്ഞു, കാന യുഅ്മറുൽ ആയിനു ഫയതവല്ലഉ സുമ്മ യഗ്തസിലു മിൻഹുൽ മഈൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ കണ്ണാണോ മറ്റൊരാളിൽ പതിച്ചത് അയാളോട് വുളു ചെയ്തു കൊടുക്കാനും, ആർക്കാണോ കണ്ണേറ് ഭവിച്ചത് അയാൾ ആ വുളു ചെയ്ത വെള്ളം കൊണ്ട് താൻ കുളിക്കാനും അല്ലെങ്കിൽ തന്റെ ശരീരത്തിൽ ഒഴിക്കാനും കഴുകാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കണ്ണേറ് ബാധിക്കുമ്പോൾ രണ്ടാളുണ്ടാവും. ഒരാളുടെ കണ്ണ് രണ്ടാമത്തെ ആൾക്ക് ബാധിക്കുകയാണ്, ഒരാളുടെ നോട്ടം രണ്ടാമത്തെ ആളിൽ ബാധിച്ചു, രണ്ടാമത്തെ ആൾക്ക് പ്രയാസമുണ്ടായി. ഒന്നാമത്തെ ആൾക്ക് ആയിൻ എന്ന് പറയും, അയാളുടെ കണ്ണാണ് അപ്പുറത്തേക്ക് പോയത്. രണ്ടാമത്തെ ആൾക്ക് മഈൻ എന്ന് പറയും. അപ്പം ഈ കണ്ണ് ആരുടെ കണ്ണാണോ മറ്റൊരാൾക്ക് പ്രയാസമുണ്ടാക്കിയത്, പ്രയാസമുണ്ടാക്കിയ വ്യക്തി മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും, ഇത് ചിലപ്പോൾ സുഹൃത്തുക്കളിൽ നിന്ന് പോലും സംഭവിക്കാം. മനഃപൂർവ്വം ഒരാളെ ദ്രോഹിക്കണമെന്ന അജണ്ടയില്ലാത്തവരിൽ നിന്ന് പോലും നമ്മൾ മറ്റൊരാളുടെ നേട്ടം കണ്ട അയാളുടെ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതെ നോക്കുകയും അതിൽ കൗതുകം കൂറുകയും ചെയ്യുന്ന പക്ഷം സംഭവിക്കാവുന്ന കാര്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കണ്ണേറ് ആരിൽ നിന്നുണ്ടായോ അയാൾ വുളുവിന്റെ അവയവങ്ങൾ കഴുകിക്കൊടുക്കണം. ആർക്കാണോ കണ്ണേറ് ബാധിച്ചത് എന്നിട്ട് ആ കഴുകിയ വെള്ളം അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ പിറകുവശത്തുകൂടെ ഒഴിക്കണം. ഇതാണ് വുളുവിന്റെ ഫضل പറഞ്ഞപ്പോൾ നമ്മൾ പരാമർശിക്കുന്ന വിഷയം. വ്യക്തമായി സംശയത്തിന് യാതൊരു പഴുതുമില്ലാത്തവണ്ണം. ഇപ്പൊ ഞാൻ വായിച്ചത് അബൂദാവൂദിന്റെ സുനനിൽ വന്നിട്ടുള്ള സ്വഹീഹായ ഹദീസാണ്. ഇനി സ്വഹീഹ് മുസ്ലിമിൽ സഹൽ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ്, നബി പുറപ്പെട്ടു. വസാറു മഅഹു നഹ്വ മക്ക, അവരെല്ലാം അദ്ദേഹത്തിന്റെ കൂടെ മക്കയുടെ നേരെ പുറപ്പെട്ടു. ഹത്താ ഇദാ കാനു ബിശഅബിൽ ഖറാർ മിനൽ ജുഹ്ഫ,
മദീനയുടെ പരിസരത്തുള്ള അൽ ജുഹ്ഫയുടെ അടുത്ത് ഖറാറിന്റെ താഴ്വരയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചേർന്നപ്പോൾ ഇഗ്തസല സഹ്ലു ഇബ്നു ഹുനൈഫ്, സഹ്ലു ഇബ്നു ഹുനൈഫ് കുളിച്ചു. വകാന റജുലൻ അബിയദ്, സഹ്ലു ഇബ്നു ഹുനൈഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വെളുത്ത നിറമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഹുസ്നൽ ജിസ്മി വൽ ജിൽദി, അദ്ദേഹത്തിന്റെ ശരീരവും അദ്ദേഹത്തിന്റെ ഹസനൽ ജിസ്മി വൽ ജിൽദി, അദ്ദേഹത്തിന്റെ ശരീരവും തൊലിയും അത് അഴകുള്ളതായിരുന്നു. ഫനദറ ഇലൈഹി ആമിർ ഇബ്നു റബിയ, അപ്പോൾ അദ്ദേഹം കുളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക്, ആ സൗന്ദര്യമുള്ള ശരീരത്തിലേക്ക്, തൊലിയിലേക്ക് ആമിർ ഇബ്നു റബിയ എന്ന് പറയുന്ന സഹോദരൻ നോക്കി. ആരാണ് അദ്ദേഹം? അഹു ബനി അദി ഇബ്നു കഅബ്, അദ്ദേഹം ബനു അദിയിലെ ഒരു വ്യക്തിയാണ്. വഹുവ യഖ്തസിൽ, അദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കൂടെ കുളിക്കുകയാണ്. അപ്പൊ രണ്ടാള് ഒരു യാത്രയിൽ ഒരു സ്ഥലത്തിരുന്ന് അടുത്തടുത്ത് കുളിക്കുകയാണ്. കുളിക്കുന്ന സമയത്ത് ഒരാൾ മറ്റൊരാളുടെ ശരീരത്തിന്റെ നഗ്നമായ ഭാഗങ്ങൾ കണ്ടു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഷർട്ടഴിച്ച് ആ ശരീരം കാണുകയുണ്ടായി. ഫഖാല, ആ കണ്ട മാത്രയിൽ ആമിർ പറഞ്ഞു, എന്താ പറഞ്ഞത്? മാ റഅയ്തു കൽ യൗമി വലാ ജിൽദ മുഖബ്ബഅത്തിൻ, ഇതുപോലൊരു കാഴ്ച, ഇന്ന് കണ്ടതുപോലെ ഒരു കാഴ്ച ഞാൻ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. ഒരു കന്യകയുടെ തൊലി പോലും ഇതുപോലുണ്ടാവില്ല. കന്യകയായ ഒരു പെൺകുട്ടിയുടെ തൊലി പോലും ഇത്രയും സൗന്ദര്യമുണ്ടാവുകയില്ല എന്ന് അദ്ദേഹം അത് കണ്ട മാത്രയിൽ പറഞ്ഞു. ഫലുബിത ബിസഹിൽ, അത് കേൾക്കേണ്ട താമസം സഹിൽ ബോധം കെട്ടു വീണു. ബോധരഹിതനായ അദ്ദേഹം നിലംപതിച്ചു. ഫഉതിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ റസൂലിനെ അങ്ങോട്ട് കൊണ്ടുവന്നു. ഫഖീല ലഹു, അദ്ദേഹത്തോട് പറയപ്പെട്ടു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹല്ലക ഫീ സഹിൽ, സഹിലിന് സംഭവിച്ചതിൽ വല്ല പരിഹാരവുമുണ്ടോ? ഇങ്ങനെ ഒരാൾ വാക്ക് പറഞ്ഞു, സഹിൽ ഇങ്ങനെ ബോധം കെട്ടു വീണു, സഹിലിനെ അവിടുന്ന് എഴുന്നേൽപ്പിക്കാൻ വല്ല പരിപാടിയുമുണ്ടോ? വല്ലാഹി മാ യർഫഉ റഅസഹു, അല്ലാഹു ആണ് അയാൾ തല ഉയർത്തുന്നില്ല, അയാൾ പൊങ്ങുന്നില്ല, ബോധം കെട്ട് അവിടെ തന്നെ കിടക്കാൻ എന്ന് പറഞ്ഞു. വമാ യുഫീഖ്, അദ്ദേഹത്തിന്റെ ബോധം തെളിയുന്നുമില്ല. അപ്പൊ ബോധം തെളിയാൻ ആവശ്യമായ സാധാരണ ചെയ്യുന്ന ചില പണികളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ബോധം തെളിയുന്നില്ല, എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് റസൂലിനോട് ചോദിച്ചു. ഖാല, അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഹൽ തത്തഹിമൂന ഫീഹി മിൻ അഹദിൻ, ഏതെങ്കിലും ഒരാളെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇന്ന ആള് കാരണമായിട്ടാണ് ഇദ്ദേഹത്തിന് കണ്ണേറ് ബാധിച്ചത് എന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ കണ്ണേറിനെ പറ്റി അവർക്ക് ആർക്കും സംശയം പോലുമില്ല, കണ്ണേറാണെന്ന് അവർക്ക് ഉറപ്പാണ്. അത് റസൂല് കണ്ടിട്ട് അദ്ദേഹത്തിന് നുബുവത്തിന്റെ അടിസ്ഥാനത്തിൽ വഹി കിട്ടി മനസ്സിലാക്കിയതല്ല, ജീവിതത്തിന്റെ നിത്യാനുഭവങ്ങളിൽ നിന്ന് അവർ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. കാരണം റസൂൽ അല്ല പറയുന്നത് അദ്ദേഹത്തിന് കണ്ണേറ് ബാധിച്ചു എന്ന്, കൂടെയുള്ളവരാണ് പറയുന്നത്. അപ്പൊ റസൂൽ ചോദിക്കുന്നത് എന്താണ്? ആരുടെ കണ്ണാണ് ഇവനിൽ പതിച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ? സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്, സ്വഹീഹ് അല്ലാത്ത ഒരു ഹദീസും സ്വഹീഹ് മുസ്ലിമിലില്ല എന്ന് നമുക്കറിയാം. എന്നിട്ട് എന്താ പറയുന്നത്? അദ്ദേഹത്തോട് ചോദിച്ചപ്പോ അവരെല്ലാരും പറഞ്ഞു, സംശയമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഖാലു നളറ ഇലൈഹി ആമിർ ഇബ്നു റബിയ, അപ്പം അവർ പറഞ്ഞു, എന്താ? നബി ആമിർ ഇബ്നു റബിയയിലേക്ക് നോക്കി. ആരുടേതാണ് ബാധിച്ചതെന്ന് ചോദിച്ച് തൊട്ടടുത്ത് നിൽക്കുന്ന ആമിറിന്റെ അരികിലേക്ക് നോക്കി. ഫദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമിറൻ, റസൂൽ ആമിറിനെ വിളിച്ചു. ഫതഗയ്യല അലൈഹി, ആമിറിനോട് കോപിച്ചു. ആമിറിന്റെ കണ്ണേറ് ബാധിച്ചതിന്റെ പേരിൽ ആമിറിനോട് റസൂൽ കോപിച്ചു. വഖാല, എന്നിട്ട് റസൂൽ ചോദിച്ചു. എന്താ ചോദിച്ചത്? അലാമ യഖ്തുലു അഹദുക്കും അഖാഹു, നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ സഹോദരനെ കൊന്നുകളയുകയാണോ? മരണം വരെ സംഭവിക്കാമെന്നർത്ഥം. നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ കൊന്നുകളയുകയാണോ? അപ്പൊ ഈ കൗതുകം കണ്ടാൽ കൗതുകം കൂറുക എന്നുള്ളത് നിസ്സാരമായ ഒരു സംഗതിയല്ലെന്ന് മാത്രമല്ല, അത് കുറ്റകരമായ ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെയാണ്, അലാമ യഖ്തുലു അഹദുക്കും അഖാഹു, നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ എന്തിന്റെ പേരിലാണ് കൊന്നുകളയുന്നത്? ഹല്ലാ ഇദാ റഅയ്ത മാ യുജിബുക ബറക്ത, നിങ്ങൾക്ക് നിങ്ങളെ കൗതുകപ്പെടുത്തുന്ന വിസ്മയിപ്പിക്കുന്ന വല്ല കാഴ്ചയും കണ്ടാൽ നിങ്ങൾക്ക് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൂടായിരുന്നുവോ? ബാറക്കല്ലാഹു ഫീ എന്ന് പറഞ്ഞുകൂടായിരുന്നു? ബാറക്കല്ലാഹു ഫീക്, അല്ലെങ്കിൽ ബാറക്കല്ലാഹു ലക്, അതല്ലെങ്കിൽ തബാറക്കല്ലാഹ്, മാഷാ അല്ലാഹ് എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പൊ നമ്മുടെ സഹോദരന്മാരിൽ കൗതുകകരമായ, നമുക്ക് കൗതുകം ജനിപ്പിക്കുന്ന, അസൂയാവഹമായ വല്ല സംഗതിയും കണ്ടാൽ സാധാരണ മനുഷ്യരാണ് കൗതുകമുണ്ടാകും. കൗതുകത്തിന്റെ വാക്കുകൾ അവർ വരും. പക്ഷേ മുഅ്മിനുകളായതുകൊണ്ട് നമ്മൾ ശീലിക്കണം, ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ശീലിക്കണം. നിരന്തരമായി മറ്റുള്ളവർക്ക് ഖൈറുണ്ടാകുമ്പോൾ, അവരിൽ സന്തോഷം കാണുമ്പോൾ അവർക്ക് വേണ്ടി ബറക്കത്തിനായി പ്രാർത്ഥിക്കണം. അല്ലെ? കല്യാണം കഴിക്കുമ്പോൾ ദമ്പതികൾക്ക് വേണ്ടി നമ്മൾ എന്താ പ്രാർത്ഥിക്കുക? ബാറക്കല്ലാഹു ലക്. ഏറ്റവും കൂടുതൽ അസൂയ വരാവുന്ന ഒരു സന്ദർഭമാണ് കല്യാണം, അല്ലെ? രണ്ട് ചെറുപ്പക്കാരായ ആളുകൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പം പല ആളുകൾക്കും പല കാരണങ്ങളാലുള്ള
അസൂയ കടന്നു വരും മനുഷ്യന്റെ പ്രകൃതത്തിൽപ്പെട്ടതാണ്. ആ അസൂയയിൽ നിന്നും അതിന്റെ ദോഷത്തിൽ നിന്നും അവരുടെ കണ്ണേറിൽ നിന്നും ദമ്പതികളെ രക്ഷപ്പെടുത്താനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ബാറക്കല്ലാഹു ലക് വബാറക അലൈക് വജമഅ ബൈനകുമാ ഫീ ഖൈർ. ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ നിങ്ങൾ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ഇപ്പൊ ഈ കണ്ട കാഴ്ച കാണേണ്ടി വരുമായിരുന്നില്ല. ഖദ്ദറല്ലാഹ്. പക്ഷെ അത് സംഭവിച്ചു. ഇനി എന്ത് ചെയ്യണം? സംഭവിച്ചുപോയി. ഇനി എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലഹു, പിന്നീട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇഗ്തസിൽ ലഹു, നീ അദ്ദേഹത്തിന് വേണ്ടി കുളിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കഴുകി കൊടുക്കണം. ഇവിടെ വുളു ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചത്. എന്നങ്ങനെ നബിയുടെ കൽപ്പന പ്രകാരം ഫഗസല വജ്ഹഹു വയദൈഹി വമിർഫഖൈഹി വറുക്ബതൈഹി വഅത്റാഫ റിജ്ലൈഹി വദാഖിലത ഇസാരിഹി ഫീ ഖദഹിൻ. എന്നിട്ട് ഒരു പാത്രമെടുത്ത്, ഒരു ചട്ടി എടുത്തിട്ട് അദ്ദേഹം വുളുവിന്റെ അവയവങ്ങൾ ഓരോന്നോരോന്നായി കഴുകി കൊടുത്തു. വുളുവിന്റെ അവയവങ്ങൾ കൈ കഴുകിയും മുഖം കഴുകിയും അതേപോലെ തന്നെ കൈയിന്റെ മുട്ടുകൾ കഴുകിയും അതിനു പുറമെ കാലിന്റെ മുട്ടുകൾ കഴുകിയും പിന്നെ കാലിന്റെ 2 അറ്റങ്ങളും കഴുകി. അതുകൊണ്ടാണ് കുളി എന്ന് ഉപയോഗിച്ചത്. വുളുവിന്റെ പുറമെ കാലിന്റെ മുട്ടുകളും കഴുകിയിട്ടുണ്ട്. അതിനു പുറമെ അദ്ദേഹം ധരിച്ച വസ്ത്രത്തിന്റെ ഉടുക്കുന്ന ഭാഗം, ഉടുതുണിയുടെ കോന്തല ഭാഗമുണ്ടല്ലോ, ഉടുക്കുന്ന ശരീരത്തിലേക്ക് സ്പർശിച്ചു നിൽക്കുന്ന തുണിയുടെ ഭാഗം, ആ തുണിയുടെ ഭാഗവും അദ്ദേഹം കഴുകി. സ്വന്തം ഉടുത്ത, ആരുടെ കണ്ണാണോ ബാധിച്ചത് അയാൾ ഉടുത്ത ഭാഗം, ആ മൂലയുടെ ഭാഗം, അത് ഞങ്ങളുടെ നാട്ടിൽ കോന്തല എന്ന് പറയും. നിങ്ങൾ എന്താ പറയുന്നത്? തുണി ഉടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗവും അദ്ദേഹം എന്ത് ചെയ്തു? കഴുകി. അപ്പൊ ഒളുവിന്റെ അവയവങ്ങൾ ഒരു ചട്ടിയിലേക്കാണ് കഴുകുന്നത്. മുഖം കഴുകി, കൈ കഴുകി, മുഖം കഴുകി, പിന്നെ മുട്ടുവരെ കഴുകി, അതേപോലെ കാലിന്റെ മുട്ടുകൾ കഴുകി, കാൽപാദങ്ങൾ കഴുകി. ഈ കഴുകുന്ന വെള്ളമെല്ലാം എങ്ങോട്ടാണ്? ഒരു വലിയ ചട്ടിയിലേക്ക്, ഒരു പാത്രത്തിലേക്കാണ്. എന്നിട്ട് താൻ ഉടുത്ത തുണിയുടെ ശരീരത്തോട് സ്പർശിച്ചു നിൽക്കുന്ന മുകൾ ഭാഗം, ആ കുത്തുന്ന ഭാഗമുണ്ടല്ലോ, അതും എന്ത് ചെയ്തു? വെള്ളമെടുത്ത് കഴുകിയിട്ട് ഈ ചട്ടിയിലേക്ക് പിഴിഞ്ഞു. എന്നിട്ടോ യസുബ്ബുഹു റജുലുൻ അലാ റഅസിഹി വദഹരിഹി മിൻ ഖൽഫിഹി, ഒരാൾ വന്ന് ആ ചട്ടിയിലെ വെള്ളമെടുത്ത് കണ്ണേറ് ബാധിച്ച വ്യക്തിയുടെ തലയിലൂടെ ഒഴിച്ചു, മുതുകിലൂടെ ഒഴിച്ചു. പിൻഭാഗത്തു നിന്നും അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് അദ്ദേഹത്തിന്റെ തലയിലൂടെ ഈ വെള്ളം ഒഴിച്ചു. തലയുടെ പിന്നിൽ മുതുക് നനയുന്ന രൂപത്തിൽ, തല നനയുന്ന രൂപത്തിൽ ആ ചട്ടിയിൽ നിന്ന് വെള്ളമെടുത്തു ഒഴിച്ചു. ഇത് ഖിയാമത്ത് നാളെ വരെ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹലിന് വേണ്ടി മാത്രമായി ഇറങ്ങിയ നിയമമല്ല. ഇതിങ്ങനെ എന്താണ് ഞങ്ങൾക്ക് ഇത്തരമൊരു ഘട്ടത്തിൽ ചെയ്യേണ്ടത്, ചെയ്യാനായിട്ട് വല്ലതുമുണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു കൊടുത്തത്. അങ്ങനെ പിറകിൽ നിന്ന് തലയിലൂടെ മുതുകിലൂടെ ആ വെള്ളം ഒഴിക്കുകയുണ്ടായി. യുക്ഫിഉൽ ഖദഹ വറാഅഹു, എന്നിട്ട് ആ പാത്രം എന്ത് ചെയ്ത് അദ്ദേഹത്തിന്റെ പിന്നിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. ഫഫഅല ബിഹി ദാലിക് ഫറാഹ സഹലുൻ മഅന്നാസ്. അത് അത്രേ ചെയ്തിട്ടുള്ളൂ. അതോടുകൂടി എന്താ സംഭവിച്ചത്? സഹല് എഴുന്നേറ്റു, ജനങ്ങളുടെ കൂടെ അദ്ദേഹം നടന്നുപോയി. ആ വൈകുന്നേരം തന്നെ അവരുടെ കൂടെ നടന്നുപോയി. ലൈസ ബിഹി ബഅസുൻ, അദ്ദേഹത്തിന് ഒരു അസുഖവും ഉണ്ടായില്ല. ഒരു രോഗവുമില്ലാത്തയാളെപ്പോലെ സഹൽ എഴുന്നേറ്റ് പോയി. ഇതാണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചികിത്സ. ഇത് ഇമാം അഹ്മദിന്റെ മുസ്നദിലും ദീർഘമായി ഇതേ വിഷയം റിപ്പോർട്ട് ചെയ്യപ്പെടും. ഒരുപാട് റിപ്പോർട്ടുകൾ ഈ സംഭവം വിവരിക്കുന്ന നിരവധി ഹദീസുകൾ ധാരാളം പരമ്പരകളിലൂടെ ഇമാം അഹ്മദ് ഉദ്ധരിച്ചിട്ടുണ്ട്, മാലിക് ഉദ്ധരിച്ചിട്ടുണ്ട്, നസായി ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. വ്യത്യസ്ത സ്വഹാബികളിൽ നിന്ന് ഈ സംഭവം ഉദ്ധരിക്കപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും.